ഓക്കെ സാർ. ദീർഘദണ്ഡ നമസ്കാരം. നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗുരുഭ്യോ നമഃ. ഹസ്തീന്ദ്രാനനമിന്ദുചൂടമരുണച്ഛായം രസാദാശ്ലിഷ്ടം പ്രിയയാ സപത്മകരയാ സ്വംഗസ്തയാ സന്തതം. ബീജാപൂരഗതാധനുസ്ത്രിശിഖയുക് ചക്രാബ്ജപാശോൽപലറിഹഗ്രം സുവിഷാണരത്നകലശാൻ ഹസ്തൈർവഹന്തിം ഭജേയം ഗണപതയേ നമഃ. ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗഭുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശ്യോമി. അരുണകിരണജാലേ രഞ്ജിതാ സാവകാശ വിധൃതജപവടീകാ പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാല നിത്യകല്യാണശീലാമീ. ജ്വാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം തൃശൂലം വാതുനോ ഭീതേ. ഭദ്രകാളി നമോസ്തുതേ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായേ നമോ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമഃ ശിവായ നമ. ഓം നമഃ ശിവായ നമ. ഓം നമഃ ശിവായ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം തന്നെ കഴിഞ്ഞ് വക്താവും ശ്രോതാവും തമ്മിൽ കണ്ടുമുട്ടിയ ശേഷം വിഷയത്തിലേക്ക് കടന്ന ശുഖബ്രഹ്മം ഈശ്വരപ്രാർത്ഥനയും കൂടി നടത്തിയിട്ടാണ് തുടർന്ന് ഏതൊരു മഹാനുഭാവനാണോ ഈ ബ്രഹ്മാദികൾക്കെല്ലാം തന്നെ കാരണമായിട്ടുള്ളത്, ഏതൊരു ഈശ്വര വിശേഷമാണോ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത്, അതിനെപ്പറ്റി പ്രതിപാദിച്ചുകൊണ്ടുള്ള ഭാഗങ്ങളാണ് പിന്നാലെ നമ്മൾ കണ്ട അധ്യായങ്ങളെല്ലാം. കഴിഞ്ഞ ഞായറാഴ്ച എത്രയും പെട്ടെന്ന് നമ്മൾ ചതുശ്ലോകി കൂടി വായിച്ച് സമർപ്പിച്ചിട്ടാണ് നിർത്തിയത് എന്ന് മാത്രം. ഭാഗവതം അവതാരങ്ങളെ പ്രകീർത്തിച്ചിട്ട് അവതാരങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്ന ഉത്കൃഷ്ട ഗ്രന്ഥമാണ്. അവതാരങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് അവതാരങ്ങളില്ല എന്ന് പറയാൻ പോലും മടിയില്ലാത്ത യുക്തിസഹമായിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും ഭഗവാൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ വ്യാപൃതനായിട്ടുള്ളത് സാത്വികന്റായസം താമസം എന്ന് പറയുന്ന ഗുണത്രയങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് എന്ന് വേദാന്തങ്ങളെല്ലാം ഉദ്ഘോഷിക്കുക. അതിൽ പ്രത്യേകിച്ചും സാത്വിക ഗുണത്തെ ഒരു മായ എന്ന് നമ്മൾ പറയുമ്പോൾ, ദേവി എന്ന് നമ്മൾ പറയുമ്പോൾ, സാത്വിക ഗുണത്തെ നമ്മൾ പറയുന്നത് അവിദ്യ, വിദ്യ എന്ന് പറയുന്ന തരംതിരിച്ചിൽ അത് വിദ്യാമായ എന്നാണ്. അപ്പോൾ സാത്വികം എന്ന് പറയുന്ന വിദ്യാമായയാണ്. പിന്നാലെ രാജസമായാലും താമസമായാലും അവിദ്യാമായയാണ്. വിദ്യ അവിദ്യ സ്വരൂപിണി എന്ന് ലളിതാസഹസ്രനാമത്തിൽ നമ്മൾ പഠിക്കുന്ന ആ മന്ത്രങ്ങളുടെ പ്രത്യേകത. വിദ്യ അവിദ്യ സ്വരൂപിണി. എല്ലാ തരത്തിലും ഭഗവാന്റെ മായയാണ് ഈ കാണുന്ന മുഴുവൻ വിദ്യയും അവിദ്യയും. ആ വിദ്യാവിദ്യ സ്വരൂപിണികളായിട്ടുള്ള ശക്തിസ്വരൂപിണികളായിട്ടുള്ള ചൈതന്യത്തെ രണ്ട് തട്ടിൽ നിർത്തിക്കൊണ്ടാണ് വിദ്യയെന്നും അവിദ്യയെന്നും പ്രകീർത്തിച്ചത്.
രാജസവും താമസവും വാസ്തവത്തിൽ നമ്മൾ തള്ളിക്കളയേണ്ടത് അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടേണ്ട ഭാവങ്ങളാണ്. പക്ഷെ സാത്വികത നമ്മൾ വച്ച് പുലർത്തണം. കുറച്ച് നാൾ അത് വച്ച് പുലർത്തിയേ മതിയാവും. ആ കാലഘട്ടത്തിൽ നമ്മെ ഭരിക്കുന്നത് വിദ്യാമായയുമാണ്. അപ്പോൾ മായ വിട്ടിട്ട് ഒരു പ്രത്യേക അവസ്ഥ നമുക്കില്ല. എപ്പോഴായാലും ഏതെങ്കിലും ഒരു മായ, വിദ്യാമായയോ അവിദ്യമായയോ നമ്മളെ ഇങ്ങനെ ബാധിച്ചിരിക്കും. ഈ നഗ്നസത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ അവതാരങ്ങളിലേക്ക് കടക്കാൻ. ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ അതെന്തിനു വേണ്ടിയിട്ട്? രൂപത്തെയും ഗുണത്തെയും എല്ലാം തന്നെ ആശ്രയിച്ചുകൊണ്ട് സർവഭൂതഹിതേരതനായിട്ട് ജനിച്ചു വീണ സകല ജീവജാലങ്ങൾക്കും അനുഗ്രഹമേകുന്നതിന് വേണ്ടി അവതരിച്ചു എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. അവതരിക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക. അപ്പോൾ ഇറങ്ങി വരുന്നത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണഗതിക്ക് പറയുന്ന മുകളിൽ നിന്ന്. മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഇറങ്ങി വരലാണ് അവതാരമെന്ന് സാമാന്യ ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ, ഭഗവാൻ സൂക്ഷ്മതലത്തിൽ നിന്ന് സ്ഥൂലഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് വാസ്തവത്തിൽ അവതാരം. ഈ അവതാരത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ സാധാരണ മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ ഇതര പ്രസവിക്കുന്ന ജീവജാലങ്ങളുടെ പ്രസവത്തിനെ നമ്മൾ കണക്കിലെടുത്താൽ മതി. പ്രസവം ഇറങ്ങി വരലാണ്. ഈ പ്രസവിക്കുന്നതിന് മുമ്പ്, ഗർഭസ്ഥമാകുന്നതിന് മുമ്പ് ഈ ജീവി എവിടെയായിരുന്നു, ഈ ജീവൻ എവിടെയായിരുന്നു എന്ന് ചിന്തിച്ചാൽ അത് വാസ്തവത്തിൽ എവിടെയോ ഒളിഞ്ഞ് സൂക്ഷ്മഭാവത്തിൽ വർത്തിച്ചിരുന്ന ചൈതന്യമാണെന്ന് കാണാം. നമ്മളെല്ലാവരും അത്തരത്തിലാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യസ്വാമികൾ പാടിത്തന്നത് ജീവോ ബ്രഹ്മൈവരാപര. സൂക്ഷ്മമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ജീവനെന്ന് നമ്മൾ ഉറപ്പിക്കണം. ഒളിഞ്ഞു കിടന്നിരുന്ന സൂക്ഷ്മഭാവം സ്ഥൂലഭാവത്തെ ആർജിച്ചപ്പോൾ നമ്മൾ ജനിക്കേണ്ടയായി. ഇതെന്നെ അവതാരവും. അപ്പോൾ അവതാര കഥകൾ എടുക്കുമ്പോഴും ആ ലീലകളെ പരാമർശിച്ചുകൊണ്ട് നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാനുള്ള ഇറങ്ങി വരവ്, അത് സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ട്? പ്രസവിക്കുന്ന രീതി തന്നെയാണ് താഴത്തേക്കുള്ള വരവാണ്. ഇറങ്ങി വരൽ, പ്രസവം. അപ്പോൾ ഈ പ്രകർഷേണയുള്ള ശവം, അത് ഒഴുക്ക് സാധിക്കുന്നത് താഴത്തേക്ക്, അത് ജനിക്കുന്ന രീതി, അത് തന്നെയാണ് അവതാരം. ഇത് പറയാൻ കാരണം ഭഗവാന്റെ അവതാരങ്ങളെ സംബന്ധിച്ചാണ് പിന്നെ 6-ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലും 7-ാമത്തെ അധ്യായത്തിലും സവിസ്തരം പാടുന്നത്. ഈ അവതാര കഥകളെ കൊണ്ടാണ് ഭാഗവതം ഇങ്ങനെ അതിസുന്ദരമായിട്ട് രചിച്ചുണ്ടാക്കിയിട്ടുള്ളതും, അവതാര കഥകളെ ചുറ്റിപ്പറ്റി. അപ്പോൾ എല്ലാ തരത്തിലും അവതാര കഥകളെ പറ്റി പറയാതെ സത്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവതാര കഥകളെ പറ്റി പറഞ്ഞേ മതിയാവും, എന്നാലേ ഭാഗവതം ഉള്ളൂ. പക്ഷേ ഇവിടെയെല്ലാം തന്നെ ഈ അവതാര കഥകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ആ ഭഗവാന്റെ സൂക്ഷ്മഭാവത്തെപ്പറ്റി നമ്മൾ വിസ്മരിക്കരുത്. ഇതെല്ലാം തന്നെ പ്രഥമസ്കന്ധം കഴിഞ്ഞ് ദ്വിതീയ സ്കന്ധത്തിലേക്ക് കടന്ന ഉടനെ തന്നെ, ആദ്യമേ തന്നെ ജിതാസനായിട്ട് സ്വസ്ഥചിത്തനായിട്ട് സ്ഥൂലഭാവത്തിലുള്ള ആ ഈശ്വര സ്വരൂപത്തെ ധ്യാനിച്ച് വിരാട് ഭാവത്തെയും മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സൂക്ഷ്മതലത്തെ എല്ലാം തന്നെ പഠിക്കണമെന്നെല്ലാം തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന വിഷയം, അതാണ് ദ്വിതീയ സ്കന്ധം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ നമ്മളെല്ലാവരും തന്നെ ഇറങ്ങി വന്നവരാണ്, വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാണ്, ആത്മഭാവത്തിൽ നിന്ന് ഇത്തരത്തിൽ ശരീരഭാവത്തെ സ്വീകരിച്ചവരാണ്, ശരീരത്തെ സ്വീകരിച്ചവരാണ്. നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്, തിരിച്ചു പോകുന്നത് ആത്മഭാവത്തിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ ഈ അവതാരങ്ങളെല്ലാം തന്നെ ഉണ്ടായി എന്ന് പറയുന്നതിലും തെറ്റില്ല. പക്ഷെ ഉണ്ടായി എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിരാകരിക്കുകയും ചെയ്യാം. അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണുള്ള ശരീരത്തിൻ്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നത് യഥാർത്ഥ വസ്തുവല്ല എന്ന് നിരാകരിച്ചുകൊണ്ടാണല്ലോ ആത്മീയമായിട്ട് നമ്മൾ മുന്നേറുന്നത്. ഇവിടെ എല്ലാം തന്നെ അത്തരത്തിലൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഇവിടെ ആദ്യം പറയുന്നത് ആദ്യോവതാര പുരുഷ, ആദ്യോവതാര പുരുഷ പരസ്യ കാലസ്വഭാവ സദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാട് തസ്നു ചരിഷ്ണു കുംന. അപ്പോൾ ആദ്യത്തെ അവതാരമായിട്ട് ഭാഗവതം പരിഗണിക്കുന്ന പുരുഷനെ തന്നെയാണ്. എഴുത്തച്ഛനത് ഭംഗിയായിട്ട് പാടി പുരുഷരൂപം തോന്നി എന്നാണ് പറഞ്ഞത്. തോന്നി. ഈ തോന്നി എന്ന് പറയുമ്പോഴേ തന്നെ അതിൽ ഒരു യാഥാർത്ഥ്യമില്ലായ്മ, തോന്നുക, ഇല്യൂഷൻ. അപ്പോൾ അവിടെയും മായാജന്യമായിട്ടുള്ളൊരു വികാരത്തിൻ്റെ വിഭ്രാന്തി എന്നോ അത്തരത്തിലൊരു തോന്നലാണ് വാസ്തവത്തിൽ പുരുഷൻ്റെ രൂപം. ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സ് പോകേണ്ടത് വേദവ്യാസൻ ഭാഗവത രചനയുടെ മുന്നോടിയായിട്ട് തൻ്റെ ആശ്രമത്തിൽ കുത്തിയിരുന്ന രംഗത്തേക്കാണ്. നാരദർ പറഞ്ഞു കൊടുത്ത ഈ ഭാഗവതമെല്ലാം തന്നെ ഗ്രഹിച്ച് ധ്യാനനിരതനായിട്ട് തൻ്റെ ആശ്രമത്തിലിരിക്കുന്ന വേദവ്യാസർക്ക്
കാണാൻ കഴിയുന്നത് പുരുഷ പ്രകൃതികളെയാണ്, പുരുഷ പ്രകൃതികൾ. അപ്പോൾ ഈ പുരുഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ഈശ്വര അവതാരമാണ്. പ്രകൃതി അദ്ദേഹത്തിൻ്റെതാണ്. ഇത് ചതുശ്ലോകിയിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി ദൃഢമാകും. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്ന നേച്ചർ, ആ പ്രകൃതം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആ ഭാവം, സ്വഭാവം, അത് വാസ്തവത്തിൽ പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ പുരുഷനോട് ബന്ധപ്പെട്ടതാണ്. പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തികച്ചും ബോധവാന്മാരായിട്ടിരിക്കണം. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരത്തിൽ ശയിക്കുന്നവൻ തന്നെയാണ്. സംസ്കൃത പദങ്ങളുടെ പ്രാധാന്യമെല്ലാം തന്നെ പലപ്പോഴും നമ്മളിങ്ങനെ അയവിറക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരത്തിൽ ശയിക്കുന്നവനാണ് പുരുഷൻ. പുരം എന്ന് പറഞ്ഞാൽ നവദ്വാര പുരി എന്ന് തന്നെ, നവദ്വാരങ്ങളുള്ള പുരി. അത് എവിടെയെല്ലാം തന്നെ ഭഗവത്ഗീതയായാലും ഭാഗവതത്തിൽ പുരഞ്ജനോപാഖ്യാന വേളയിലും എല്ലാം തന്നെ ഈ ശരീരത്തെ നമ്മൾ നവദ്വാരങ്ങളുള്ള പുരി എന്നാണ് പറയുക. ആ പുരം, അങ്ങനെ ഏതൊരു പുരമാണോ വാസ്തവത്തിൽ ശരീരമാണോ, വാസ്തവത്തിൽ തൻ്റെ ഇരിപ്പിടമായിട്ട് അല്ലെങ്കിൽ കുടിയേറി പാർക്കാനുള്ള വേദിയായിട്ട് എടുത്തത് അത് പുരുഷൻ. ആ പുരുഷൻ കുടികൊള്ളുന്ന, പുരുഷൻ ഇരിക്കുന്ന, പുരുഷൻ സ്ഥിതി ചെയ്യുന്ന അത്തരത്തിലുള്ള പുരുഷനുള്ള ആ ശരീരമാണ്. ആ നവദ്വാരങ്ങളുള്ള ശരീരത്തെ പുരത്തിൽ വസിക്കുന്നവനായതുകൊണ്ട് പുരുഷൻ. അപ്പോൾ ആദ്യാവതാരം പുരുഷൻ. അപ്പോൾ ഈ പുരുഷൻ എന്നുള്ള ഭാവം ബ്രഹ്മത്തിനുണ്ടാകണമെങ്കിൽ ശരീരം എന്ന് പറയുന്ന പുരം ഉണ്ടാകണം. പുരം ത്രിപുരന്മാർ കേൾക്കും. ഇനി പല പല പേരുകൾ ഇത്തരത്തിൽ കേൾക്കും. ത്രിപുരന്മാർ 3 പുരങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകത്തെ ഭരിച്ചവർ. അതുപോലെ നമ്മൾ ത്രിപുരസുന്ദരി എന്ന് കേൾക്കും. അവിടെയും ത്രിപുരങ്ങളിലുള്ള സുന്ദരിയായ ആത്മീയ ഭാവത്തിൻ്റെ അത്യുന്നതാവസ്ഥയായിരിക്കുന്ന ദേവീഭാവം. ഇവിടെയെല്ലാം തന്നെ പുരങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ത്രയമാണ്. പുരത്രയം എന്ന് നമ്മൾ പറയാറുണ്ട്. ശരീരത്തിൻ്റെ ത്രയം, ശരീരത്രയം, പുരത്രയം. അവിടെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥാത്രയം ഈ പുരങ്ങളുടെ പ്രത്യേകതയാണ്. അവിടെ എല്ലാം തന്നെ പുരുഷൻ അധിവസിക്കുന്നുണ്ട്. ജാഗ്രത ആയാലും അല്ലെങ്കിൽ സ്വപ്നത്തിലായാലും അല്ലെങ്കിൽ നിദ്രയിലായാലും അവിടെയെല്ലാം തന്നെ ഈ പുരുഷൻ ശയിക്കുന്ന ആ സ്ഥലമാണ് പുരുഷൻ. പുരം എന്ന് പറയുന്ന ശരീരം ആദ്യാവതാരം അതാണ്. ആദ്യാവതാര പുരുഷ പരസ്യ കാലസ്വഭാവ സദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണഇന്ദ്രിയാണി വിരാട് സ്വരാട് സ്ഥാസ്നു ചരിഷ്ണു ഭൂമ്ന അഹം ദേവോ യജ്ഞ ഇമേ പ്രദേശ ദക്ഷാദയോ യേ ഭവതാദയശ്ച സ്വർലോകപാലോ ഖഗലോകപാല മൃലോകപാല സ്ഥലലോകപാല ഗന്ധർവ വിദ്യാധരചാരണശ്ച യേ യക്ഷരക്ഷ ഊരക നാഗ നാഥ. ഇങ്ങനെ അനവധി അവതാരങ്ങൾ അല്ലെങ്കിൽ ജനിച്ചു പോരുന്ന ഭഗവാന്റെ രൂപങ്ങളാണ്. യക്ഷരക്ഷന്മാരായിട്ടും ഗന്ധർവ വിദ്യാധരന്മാരായിട്ടും അതുപോലെ യജ്ഞഭാവത്തിൽ യജ്ഞൻ എന്ന് പറയുന്ന രീതിയിൽ ഭഗവാൻ ഇങ്ങനെ അവതരിക്കുന്നുണ്ട്. യേവാ ഋഷീണാം ഋഷഭാപിതॄണാം ദൈത്യേന്ദ്ര സിദ്ധേശ്വരദാനവേന്ദ്ര അന്യേജയേ പ്രേതപിശാചഭൂതാകുഷ്മാണ്ഡയാതോ മൃഗഭക്ഷ്യധീശായത്കിഞ്ച ലോകേ ഭഗവൻ മഹസ്വ ഭോജസഹസ്വബലവത് ക്ഷമാവത് ശ്രീഹ്രീ വിഭൂത്യാത്മവതുൽ അത്ഭുതാർണം തത്വം പരം രൂപവത സ്വരൂപം പ്രാധാന്യതോയാൻഷ ആമനന്ദീലീലാവതാരൻ പുരുഷസ്യ ഭൂമ്ന ആവീയതാം കർണകഷായ ശോഷാനനുക്രമിഷ്യേ ഇമാൻ സുപേശാൻ. ഉടനെ മറുപടി ബ്രഹ്മദേവൻ 7ാം അധ്യായത്തിലേക്ക് അവതാരങ്ങൾ നോക്കുന്ന അതിൽ ധൃതി പിടിച്ച് തന്നെ പോകണം. കാരണം ഈ അവതാരങ്ങളെല്ലാം തന്നെ സവിസ്തരം നമ്മൾ പിന്നാലെ പഠിക്കാൻ പോകുന്നുണ്ട്. പുരുഷനായിട്ട് അവതരിച്ച പുരുഷൻ്റെ അവതാരങ്ങളാണ്. പിന്നെ നമ്മൾ കാണുന്നതെല്ലാം തന്നെ സ്വയംഭുവ മനുവിൻ്റെ സന്തതിയായിട്ട് അല്ലെങ്കിൽ പെൺമക്കളായിട്ട് ജനിച്ച ആകൂതി, പ്രസൂതി, അത്തരത്തിലുള്ള ദേവഹൂതി എന്നെല്ലാം പറയുന്ന 3 ആ പെൺമക്കൾക്ക് ഭർത്താക്കന്മാരായി വരുന്ന കർദമ പ്രജാപതിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോരോ പ്രജാപതിമാർ ആകൂതി, അവിടെയാണ് ഈ പറയുന്ന ഓരോരോ പ്രജാപതി, ദക്ഷപ്രജാപതി എന്ന് പറയുന്ന പോലെ, കർദമ പ്രജാപതി എന്ന് പറയുന്ന പോലെ, രുചി എന്ന് പറയുന്ന പ്രജാപതിമാരെല്ലാം തന്നെ വിവാഹം കഴിച്ചിട്ട് അവർ അവതരിക്കുന്ന ഓരോരോ ഭഗവത് സ്വരൂപങ്ങളുണ്ട്. അവയെ എല്ലാം തന്നെ നമ്മൾ പിന്നാലെ പഠിക്കുമ്പോഴാണ് ഋഷഭനെന്നും യജ്ഞനെന്നും ഒക്കെ പറയുന്ന ആ രീതിയിലേക്ക് നമ്മൾ ആ ഈശ്വര സ്വരൂപങ്ങളെ കാണുന്നത്. അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് ചില പ്രധാനപ്പെട്ട അവതാരങ്ങളിലേക്ക് കടക്കുമ്പോൾ എത്രോദ്യത അവിടെ വാസ്തവത്തിൽ ഉദ്യുക്തനായിട്ട് ഭഗവാൻ ഈ പുരുഷൻ
ക്ഷിതി ക്ഷിതിതലോദ്ധരണായ ബിഭ്രത് ക്രൗഡിം തനും സകലയജ്ഞം യജ്ഞമയീം അനന്ത അന്തർമഹാർണവ ഉപാഗതമാതിദൈത്യം തം ദൃഷ്ടയാദ്രിമിവ വജ്രധരോ ദദാര. വരാഹാവതാരം നമ്മൾ തൃതീയ സ്കന്ധത്തിൽ, അടുത്ത സ്കന്ധത്തിൽ വായിക്കാൻ പോകുന്ന ഒരു പ്രബുദ്ധമായിരിക്കുന്നൊരു അവതാര സ്വരൂപമാണ്. ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവതീർണമായ ആ വരാഹാവതാരത്തെ ഇങ്ങനെ സ്മരിച്ചിട്ട് ജാതോരുചേർ അജനയത് സുയമാൻ സുയജ്ഞ ആഗോദീ ആഗോദീ സ്മരണോ അമരാനധ ദക്ഷിണായാം ലോകത്രയസ്യ മഹദീവഹരദ്യതാർദ്ധിം സ്വയംഭുവേന മനുനാഹരിരിത്യനോക്ത. നേരത്തെ പറഞ്ഞ പോലെ ആഗൂതി, പ്രസൂതി, ദേവഹൂതി എന്ന് പറയുന്ന 3 സ്വയംഭുവനുവിൻ്റെ ആ പെൺമക്കളിലും ജനിപ്പിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ദക്ഷിണയായിട്ടോ അല്ലെങ്കിൽ യജ്ഞനായിട്ടോ ഒക്കെ ഇങ്ങനെ ഓരോരോ ഈശ്വരാവതാരങ്ങളെ കാണുന്നത്. യജ്ഞേജ കർത്തമഗ്രഹേ ദ്വിജദേവഹൂത്യാം സ്ത്രീഭിः സമം നവവിരാത്മഗതിം സ്വമാത്രേ പൂജേയ ആത്മശമലം ഗുണസംഗപങ്കം അസ്മിൻ വിധൂയ കപിലസ്യ ഗതിം പ്രവേദേ. കപിലാവതാരം സ്മരിച്ചു. അവിടെയും ഈ പറയുന്ന സ്വയംഭൂമനുവിൻ്റെ സന്തതികളിൽ മക്കളിൽ ഒരാളായ ദേവഹൂതി കർദമ പ്രജാപതിയുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അതിൽ 9 പെൺകുട്ടികൾക്ക് ശേഷം 10ാമത് സാക്ഷാൽ ജഗദീശ്വരൻ ഇതേ പുരുഷൻ തന്നെ കപിലാചാര്യരായിട്ട് ജനിക്കുന്നു. അമ്മ ദേവഹൂതിയെ മുമുക്ഷു ആക്കിയിട്ട്, മോക്ഷാർത്ഥി ആക്കിയിട്ട് മോക്ഷം പ്രാപിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നു. അതും നമ്മൾ തൃതീയ സ്കന്ധത്തിൻ്റെ ഒടുവിൽ നമ്മൾ പഠിക്കുന്ന വിഷയമാണ്. അത്രേരപത്യമഭികാംക്ഷത ആഹതുഷ്ടോദത്തോ മയാഹമിതി യത് ഭഗവാൻ സദത്ത യത്പാദപങ്കജപരാഗപവിത്ര ദേഹായോഗാർദ്ധിമാപുരുമയും യതു ഹൈഹയാദ്യാം. ദത്തൻ എന്ന് പറയുന്ന ദത്താത്രേയൻ വളരെ പ്രാധാന്യമറിയിക്കുന്നൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ അവധൂതനായിട്ട് ഏകാസ്കന്ധത്തിൽ കാണാനിരിക്കുന്നതും. ദത്തൻ എന്ന് പറയുമ്പോൾ കൊടുത്തത് അല്ലെങ്കിൽ ദാനം ചെയ്യപ്പെട്ടത് ഭഗവാൻ തന്നെ ഇങ്ങനെ കൊടുക്കുകയാണ്. അത്രി എന്ന് പറയുന്ന മഹർഷി ശ്രേഷ്ഠൻ അൻസൂയ ആ ദമ്പതികൾക്ക് ഭഗവാൻ തന്നെ ഭഗവാനെ കൊടുത്തു. അത്തരത്തിൽ ദത്താത്രേയനായി ആ അവതാരത്തെയും ഇവിടെ നമ്മൾ സ്മരിച്ചു. വിശദമായിട്ട് നമുക്ക് പിന്നാലെ ആ സമയത്തൊക്കെ നോക്കാം. തപ്തം തപോ വിവിധലോക ശുശ്രൂക്ഷയാമി ആദൗ സനാത്സ്വതപസ ചതുസ്സനോഭൂത് പ്രാകൽപ സംപ്ലവ വിനഷ്ട ഇഹാത്മതത്വം സമ്യക് ജഗാതമുനയോ യദുചക്ഷതാത്മൻ. അതിശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണ്. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന്, മാനസപത്മത്തിൽ നിന്ന് ജനിക്കുന്ന 4 പേര് ചതുസ്സനന്മാർ, സനകാദികൾ എന്ന് പറയുന്ന 4 പേര്, അവരെയും സ്മരിച്ചു. ധർമ്മസ്യ ദക്ഷ ദുഹിതര്യജനിഷ്ഠ മൂർത്തിയാ നാരായണോ നര ഇതി സ്വതപപ്രഭാവാ ദൃഷ്ടാത്മനോ ഭഗവതോ നിയമാവലോപം ദിവ്യസ്വനംഗപ്രദനാ ഘടിതും നശിക്കൂ. ധർമ്മന്റെ സന്തതികളായിട്ട് 2 പേര് ജനിക്കുകയാണ്. നരനും നാരായണനും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഈശ്വരൻ നരനും നാരായണുമായിട്ട് ജനിച്ചിട്ട് എന്ത് പ്രകടമാക്കാനാണ്? തപസ്സിൻ്റെ വൈശിഷ്ട്യം. ദേവേന്ദ്രൻ വാസ്തവത്തിൽ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഫലമില്ലാതെ പോയി അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളെല്ലാം തന്നെ ഏറ്റില്ല. ലോകസുന്ദരികൾ അല്ലെങ്കിൽ ദേവലോകസുന്ദരികളെ പറഞ്ഞു വിട്ടിട്ട് ഇവരെ ഭ്രമിപ്പിക്കാനോ ഒന്നും സാധിക്കാതെ ഇവർ അനവധി സുന്ദരികളെ സൃഷ്ടിച്ചു വിടുന്ന രംഗം തപസ്സിൻ്റെ മഹാത്മ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നരനാരായണന്മാരെയും സൃഷ്ടിച്ചു, അഥവാ അവതരിച്ചു നരനാരായണന്മാരായിട്ട്. കാമം ദഹന്തി കൃതിനോ നനുരോഷദൃഷ്ട്യ രോഷം ദഹന്തമുദതേന ദഹന്ത്യമസഹ്യം സ്വയം യദന്തരമലം പ്രവിശൻ വിഭേദി കാമകഥം नु പുനരസ്യ മനുശ്രയേത വിദ്ധ സപജ്ഞുദിതപാത്രിഭിരന്തി രാജ്ഞോ ബാലോവീ സന്നുപഗതസ്തപസേവനി തസ്മാ അദാത് ധ്രുവഗതിം ഗൃണതേ പ്രസന്നോ ദിവ്യാസ്തു വന്തി മുനയോ യദുപര്യതസ്താത്. ധ്രുവന്റെ കഥയിലേക്ക് കടന്നു. ഭഗവാൻ അവിടെ അനുഗ്രഹിക്കാനായിട്ട് അവതരിക്കുന്നുണ്ട് ധ്രുവനെ. ഭക്തനായിരിക്കുന്ന ധ്രുവൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ കൊതിച്ചിട്ട് രണ്ടാനമ്മ സമ്മതിക്കുന്നില്ല. സുരുചി തപസ് ചെയ്യാനുള്ള പ്രേരണ അവിടെ നിന്നുണ്ടായിട്ട് തപസ്സിനായിട്ട് പോകുന്ന കൊച്ചുകുട്ടിക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിച്ച അതും ഒരു അവതാര മഹത്വമാണ്. ഇതെല്ലാം തന്നെ സ്മരിച്ചു പോവുകയാണ്.
നാഭേരസാ വൃഷഭാസ സുദേവി സൂനോർയോ വൈതരസമദൃഗ്ജടയോഗചര്യാം യത്പാരമഹംസ്യമൃഷയാ പദമാമനന്ദീ സ്വസ്ഥപ്രശാന്തകരണ പരിമുക്തസംഗ. ഋഷഭനായാലും അദ്ദേഹത്തെ തുടർന്ന് നമ്മൾ കാണുന്ന ഭരതനായാലും അവരെല്ലാവരും തന്നെ അവതാര സ്വരൂപങ്ങളാണ്. പ്രത്യേകിച്ച് ഋഷഭനും സ്വജീവിതമെല്ലാം തന്നെ നല്ല രീതിയിൽ നയിച്ച് മക്കളെയെല്ലാം തന്നെ ഉപദേശിക്കുന്ന രംഗം നമ്മൾ പഞ്ചമസ്കന്ധത്തിൽ കാണും. അത് കഴിഞ്ഞ് കാട്ടിലൂടെ കാട്ടുതീയിൽപ്പെട്ട് വെന്തു മരിക്കുക, ആഹാരാദികളെല്ലാം തന്നെ ഉപേക്ഷിച്ച് അത്രമാത്രം തീക്ഷ്ണമായിരിക്കുന്ന ഒരു അവതാര സ്വരൂപം ഋഷഭനെയും നമ്മൾ കാണുന്നു. സത്രേ മമാസ ഭഗവാൻ ഹയശീർഷാദോ സക്ഷാസ യജ്ഞപുരുഷസവനീയവർണ്ണ ഛന്ദോമയോ മഖമയോഖിലദേവതജ്ഞാവജോ വിഭൂരിഷധീശ്വസദോസ്യമസ്ത. ഹയഗ്രീവനെ കൊല്ലാനായിട്ട് ഹയഗ്രീവനായിട്ട് ഭഗവാൻ അവതരിച്ച കഥയും ഇവിടെ സ്മരിച്ചു. ഭാഗവത്തിൽ ഇത് വിസ്തരിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ തന്നെ അതിനെയും സ്മരിക്കുകയാണ്. മത്സ്യോ, അത് ഭാഗവത്തിൽ പ്രധാനപ്പെട്ട അവതാര സ്വരൂപം. മത്സ്യോ യുഗാന്തസമയേ മനുനോപലബ്ധ ക്ഷോണീമയോ നിഖില ജീവനികായകേത വിശ്രംസിതാൽ ഗുരുഭയേ സലിലേ മുഖാത്മേ ആദായ തത്ര വിജഹാര. വേദമാർഗാൻ, നഷ്ടപ്പെട്ടുപോയ വേദം വീണ്ടെടുത്തുകൊണ്ട് വേദമാർഗത്തെ സുസ്ഥിരമാക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചാണ് മത്സ്യാവതാരം. അത് സ്മരിച്ചു. വിശദമായിട്ട് നമുക്ക് പിന്നാലെ കേൾക്കാം. ക്ഷീരോദാമരദാനവയൂഥ പാനാം ഉന്മത്നാമൃതലബ്ധയാദിദേവ പൃഷ്ടേന കച്ഛപവിധാരഗോത്രം നിദ്രാക്ഷണോദ്രിപരിവർത്തകഷാണ കണ്ടു. ഏതായാലും ക്ഷീരാബ്ദി അല്ലെങ്കിൽ പാലാഴി മഥനം അതുകൂടി സ്മരിച്ചില്ലെങ്കിൽ ശരിയാകില്ല. അവിടെയാണ് കപടമായിട്ട് അല്ലെങ്കിൽ ആമയായിട്ട് ഭഗവാൻ അവതരിച്ചത്. അത് ഈ പറയുന്ന പാലാഴി മഥനം കഥയും അതിനോട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കൂർമാവതാരം നടക്കുമ്പോൾ നമുക്ക് സ്പർശിക്കാവുന്ന ഒരു ഭാഗം ഇതും സ്മരിച്ചു. ഇതെന്തിനാണ് വാസ്തവത്തിൽ ഇവിടെ ഇട്ടു തരുന്നതെന്ന് ചോദിച്ചാൽ, ഭഗവാൻ അവതാരമില്ലാത്തവൻ, ജനിക്കാത്തവൻ. അജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയം, അജൻ. അപ്പോൾ ഈ അജൻ എന്ന് പറയുന്നത് ജനിക്കാത്തവൻ ഇങ്ങനെ ജനിക്കുക, അത് പലയിടത്തും ഭാഗവതം പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത്ഗീത നോക്കുമ്പോൾ ഇങ്ങനെ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ ഓരോ യുഗങ്ങളിൽ ഞാനിങ്ങനെ പവിത്രമായ സാധൂനാം എന്നുള്ള മട്ടിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. അത് തന്നെ ഇവിടെയും കാണാം. മനുഷ്യലോകത്തിൻ്റെ ഭക്തന്മാരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭഗവാൻ അവതരിക്കുകയാണ്, ശരീരം എടുക്കുകയാണ്. അതേ രീതിയിലാണ് പാലാഴി മഥനവേളയിൽ അവിടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഈ കൂർമാവതാരം അനുഷ്ഠിക്കേണ്ടി വന്നു. ത്രൈവിഷ്ടപോരുഭയ സമസിംഹരൂപം കൃത്വാ പ്രമദ്ഭൃകുടീ ദംഷ്ട്രകരാളവക്രം ദൈത്യേന്ദ്രമാശു ഗതയാഭിപതന്തമാരാദൂരവോ നിവാത്യ വിദതാരനഖൈസ്ഫുരന്തം. ഘോരമായിട്ടുള്ള നരസിംഹാവതാരവും സ്മരിച്ചു. ദുഷ്ടനിഗ്രഹം ഭഗവാന്റെ വാസ്തവത്തിൽ ഇഷ്ടമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. പക്ഷെ ഇവിടെ നരസിംഹാവതാരം നടത്തിയ ദുഷ്ടനിഗ്രഹം എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ പാർഷദന്മാരിൽ ഒരുത്തനെ രക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദൻ്റെ രക്ഷയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തൻ്റെ തന്നെ പാർഷദൻ ജനിച്ചു വീണ ഹിരണ്യകശിപുവിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവതാര സ്വരൂപമാണ്. എന്തുകൊണ്ട് ഈ പറയുന്ന അവതാരങ്ങൾ ഈ പറയുന്ന മനുഷ്യരെ അല്ലെങ്കിൽ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ, മന്ത്രമായാലും മന്ത്രമൂർത്തിയായാലും, സന്ദർഭവശാൽ ആ കാര്യമൊന്ന് ഉറപ്പിക്കുക, മന്ത്രമായാലും മന്ത്രമൂർത്തിയായാലും രക്ഷയ്ക്കാം. മനനാൽ ത്രായതീതി മന്ത്ര എന്ന് പറയുന്ന പോലെ തന്നെ ക്ഷയാത്രായതീതി ക്ഷേത്ര എന്ന് പറയുന്ന പോലെ ത്രാണനം എന്ന് പറയുന്ന രക്ഷ മാത്രമേ ഇവിടെ ഉദ്ദേശമായിട്ടുള്ളൂ. എന്തും പൂജാതി കാര്യങ്ങളും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണി കണ്ട ഈ തകിടിലെല്ലാം തന്നെ എഴുതി ചുരുട്ടിക്കൂട്ടി കഴുത്തിൽ കെട്ടിത്തൂക്കുന്ന ഒന്നായിട്ട് മാറിയെന്ന് മാത്രം. അത് മറ്റുള്ളവരുടെ മന്ത്രസിദ്ധി ഒരു പ്രയോഗമാക്കിക്കൊണ്ട് വന്ന് അതിന് ദക്ഷിണ വാങ്ങിക്കൊണ്ട് വാസ്തവത്തിൽ ഉപജീവിക്കാനുള്ളൊരു മാർഗമായിട്ട് അധപ്പതിച്ചു. അതിൻ്റെ ദോഷമൊക്കെ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ചെയ്യേണ്ട ആ പ്രവൃത്തിയാണ്. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവനവൻ തന്നെ മനനത്തിലൂടെ ത്രാണനം സാധിച്ചുകൊണ്ട് മന്ത്രം സ്വീകരിച്ചുകൊണ്ട് മന്ത്രമൂർത്തിയെ അവതരിപ്പിച്ചുകൊണ്ട്, ഇവിടെ തന്നെ നരസിംഹമൂർത്തിയെ പറ്റി പറഞ്ഞപ്പോൾ നരസിംഹമൂർത്തി ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ വാസ്തവത്തിൽ ദുഷ്ടരായിരിക്കുന്ന ദുര്യോധനാദികളെ മുഴുവൻ നിഗ്രഹിക്കുന്നതിന് വേണ്ടി അവിടെ ഈ രൗദ്രഭീമൻ്റെ ഭാവത്തിൽ അവതരിക്കുന്ന നരസിംഹമാണെന്നാണ് വയ്പ്. അടുത്ത കാലത്ത് വളരെയേറെ പഴക്കമില്ലാത്തൊരു കഥയാണ്. ശങ്കരാചാര്യരോട് ബന്ധപ്പെട്ട് പത്മപാദര് നരസിംഹഭാവത്തെ ആർജിച്ചുകൊണ്ടാണ്
കാപാലികനെ നിഗ്രഹിച്ചത് എന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവതാരമാണിത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ തൂണ് പിളർന്നിട്ട് വേണമെന്നില്ല. ഭക്തന്മാരുടെ ഉള്ളിൽ തട്ടി ഉണർന്നു വരുന്ന ഈശ്വര ചൈതന്യം അവരിലൂടെ ഇങ്ങനെ ഓരോരോ പ്രവൃത്തികൾ നടത്തുമ്പോൾ അവിടെ അവതാരം സാധിക്കുകയാണ്. എല്ലാം അവതാരമായിട്ട് നാം കാണേണ്ടി വരുന്നു. ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു കൃത്യമാണ് ഭഗവാൻ ചെയ്യുന്നൊരു ലീല. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വാസ്തവത്തിൽ അന്തസ്സരസ്യുരുബലേന പദേ ഗൃഹീതോ ഗ്രാഹേണ യൂഥവതിരംബുജഹസ്ത ആർത്ത ആഹേതമാദിപുരുഷാഖില ലോകനാഥ തീർത്ഥശ്രവ ശ്രവണമംഗളനാമധേയ. കാല് കീറി നക്രം പിടിക്കുക, കടിക്കുക. ആനയായിട്ട് മാറിയിരിക്കുന്ന ഒരു നരേന്ദ്രനാണ്. അപ്പോൾ നരശ്രേഷ്ഠനായിരിക്കുന്ന രാജശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തി, ഭക്തനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ കഷ്ടസ്ഥിതിയിൽ ഭഗവാൻ ഹരിയായിട്ട് അവതരിച്ച് നക്രത്തെയും രക്ഷിക്കുന്നു, അതോടൊപ്പം തന്നെ ഗജേന്ദ്രനെയും രക്ഷിക്കുകയാണ്. അപ്പോൾ ശാപഗ്രസ്തമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മോചനം കൊടുക്കാനായിട്ട് അവതാരം, ദുഃഖിതനായിട്ട് തീർന്ന ഒരു ഭക്തനെ രക്ഷിക്കാനായിട്ട് അവതാരം. അയാൾ വാസ്തവത്തിൽ ശാപഗ്രസ്തനായ, രണ്ടുപേരും ശാപഗ്രസ്തരാണ്. അപ്പം ഏതായാലും ശാപത്തിനടിപ്പെട്ടുകൊണ്ട് ആനയായിട്ടും മുതലയായിട്ടും മാറിയിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളെ, ഒന്നൊരു ഗന്ധർവനാണ്, ഒന്നൊരു രാജശ്രേഷ്ഠനുമാണ്, അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിച്ച ഗജേന്ദ്രമോക്ഷം കഥയെയും ഇവിടെ അനുസ്മരിച്ചു. ശ്രുത്വാഹരിസ്തമരണാർധിനമപ്രമേയ ചക്രായുധ പതകരാജഭുജാതിരൂഢാചക്രേണ നക്രവദനം വിനിപട്യ തസ്മാത് ഹസ്തേ പ്രഗൃഹ്യ ഭഗവാൻ കൃപയോ ജഗാര. ഈ ശ്ലോകത്തിലും അത് തന്നെ അനുസ്മരിച്ചുകൊണ്ട് പ്രകാരമാണ് തൻ്റെ സുദർശന ചക്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ചക്രത്തെ സ്വീകരിച്ചിരിക്കുന്ന ഭഗവാൻ നക്രത്തെ കീറി മുറിച്ച് അയാൾക്ക് രക്ഷ കൊടുത്തു. ആനയ്ക്ക് മോക്ഷം കിട്ടി. തൊട്ട് തലോടിക്കൊണ്ട് സാരൂപ്യമുക്തി കൊടുത്തു എന്നാണ് ഭഗവാന്റെ ആ അത്ഭുത കൃത്യത്തെ ഭാഗവതം വിശേഷിപ്പിക്കുന്നു. തൊട്ട് തലോടി സാരൂപ്യമുക്തി. ജ്യായാൻ ഗുണൈരവരജോപ്യതിദേശുതാനാം ലോകാൻ വിചക്രമ ഇമാൻ യഥാധിയജ്ഞാക്ഷ്മാം വാമനേന ജഗൃഹേ ത്രിപദശ്ചലേനായഞ്ചാമൃതേ പതിചരൻ പ്രഭുവീർണജല്യ. വാമനാവതാരം. ഈ വാമനാവതാരത്തിൻ്റെ ആവശ്യകത തന്നെ ത്രിലോകങ്ങളും ആസുരികമായി പോയി എന്നുള്ള കുറ്റമാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. അതും വിസ്തരിച്ച് നമ്മൾ ആ കഥാകോളം വരുമ്പോൾ പഠിക്കാം. ദേവേന്ദ്രലോകത്തേക്കും ഈ അസുരന്മാർ കടന്നു. അപ്പോൾ ത്രിഭുവനങ്ങളും അല്ലെങ്കിൽ 3 ലോകങ്ങളും അസുരന്മാർ ഭരിക്കുന്ന രീതിയിലേക്കായാൽ ആകെ അപകടം. അതിൽ നിന്ന് മോചനം കിട്ടേണ്ടത് ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഈശ്വര സേവ നടത്തുന്നവരുടെ അല്ലെങ്കിൽ ഈശ്വരന്മുഖരായിട്ടുള്ളവരുടെ ആവശ്യം. അതിനുവേണ്ടി ഭഗവാൻ അവതരിച്ചൊരു കുള്ളനായിട്ട്. ഈ അവതാര സ്വരൂപത്തിൽ ബ്രാഹ്മണന്റെ പ്രാമുഖ്യം കുള്ളനായിരിക്കുന്ന വാമനൻ പ്രഖ്യാപിക്കുന്നത് എല്ലായിടത്തും ഉണ്ടാകട്ടെ ദൈവീകത. ശിക്ഷിക്കുകയാണോ ചെയ്തത് ഈ പറയുന്നത് ബലിയെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ബലമുള്ളവനാണ്, ബലിയാണ്. പക്ഷെ അദ്ദേഹത്തെ ശിക്ഷിക്കുകയല്ല, അയാളെയും രക്ഷിക്കുകയാണ് ചെയ്തത്. ഭാവിയിലെ ഇന്ദ്രവധമെല്ലാം തന്നെ അർഹതയുള്ള ഇന്ദ്രവധ വാസ്തവത്തിൽ അലങ്കരിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തിത്വത്തെ താൻ തന്നെ സുതലത്തിലേക്ക് ചെന്ന് അല്ലെങ്കിൽ കൊണ്ടുപോയി അവിടെ സംരക്ഷിക്കുന്ന ഭക്തസംരക്ഷണമാണ് അവിടെയും ഭഗവാൻ കാട്ടുന്നത്. ഇത് നോക്ക് ചർച്ചാ വിഷയമാക്കേണ്ട ഒരു അവതാരം. അതുപോലെ തന്നെ നാർദ്ധോ ബലേ, അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. എപ്രകാരമാണ് ബലിയുടെ ആ യജ്ഞവേദിയിൽ ചെന്ന് എപ്രകാരമാണ് ഈ വാമനൻ എന്ന് പറയുന്ന ആ ഈശ്വരാവതാരം അനുഗ്രഹത്തെ ചൊരിഞ്ഞത്. തുഭ്യം ച നാരദവൃഷം ഭഗവാൻ വിവൃദ്ധാഭാവേന സാധുപരദുഷ്ട ഉവാചയോഗം ജ്ഞാനം ച ഭാഗവതമാത്മസതത്വദീപം യത് വാസുദേവ ശരണം വിതുരഞ്ച സൈവ ചക്രം ച ദിക്ഷു വിഹതം ദദശു സ്വതേജോ മന്വന്തരേഷു മനുവംശധരോ വിഭക്തി ദുഷ്ടേഷു രാജസുദമം വ്യഥതത് സ്വകീർത്തിം സത്യേ ത്രിപൃഷ്ടൗഷധിം പ്രദേം ചരിത്രൈ ധന്വന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിം വാംനാമൃണാം പുരുരുജം രുജ ആശുഖം ദീയജ്ഞേജ ഭാഗമൃതായുവരാവരുന്ധ ആയുഷ വേദമനുശാസ്തേവതി അവതീജലോകേ ക്ഷത്രം ക്ഷയായ വിധിനോപഹൃതം മഹാത്മാ ബ്രഹ്മധൃബുദ്ധിതപദം നരകാർത്തിലിപ്സു ബുദ്ധം ജസാവനസീ കണ്ടകവുഗ്രവീരത്ര സപ്തകൃത്വ ഗുരുധാരപരശ്വധേന. തൻ്റെ പരശു ഉപയോഗിച്ചുകൊണ്ട് എപ്രകാരമാണോ പരശുവാണിയായിരിക്കുന്ന പരശുരാമൻ ദുഷ്ടരായിട്ടുള്ള ഈ ക്ഷത്രിയ വംശത്തെ മുച്ചൂടും. എത്ര പ്രാവശ്യമാണ്? ത്രിസപ്തകൃത്വം, 21 പ്രാവശ്യം. അപ്പോൾ എല്ലാ തരത്തിലും ദുഷ്ടവിഗ്രഹത്തിന് വേണ്ടി ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ അവതാരങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന്.
അവതാരത്തെപ്പറ്റി പറയുമ്പോൾ അന്യത്ര തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, വൈഷ്ണവ ചിന്താഗതി അനുസരിച്ച് ആവേശാവതാരമുണ്ട്, അംശാവതാരമുണ്ട്, പൂർണ്ണാവതാരമുണ്ട്. അപ്പോൾ അതേ രീതിയിലുള്ള അവതാരങ്ങളിലാണ് അർച്ച അവതാരവും വിഗ്രഹത്തെയും നമ്മൾ അവതാരസ്വരവുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ഈ അവതാരങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ഓരോരോ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ്. അതും അസ്മത്പ്രസാദ സുമുഖക്കലയ കുലേശ ഇക്ഷ്വാഗോംശ അവതീര ഗുരോർനിദേശേ തിഷ്ടൻ വനം സദൈതാനുരാവിവേശ യസ്മിൻ വിരുദ്ധ ദശകന്ധര ആർത്തിമാർച്ച പൂർണ്ണാവതാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീരാമ അവതാരത്തെയും സ്മരിച്ചു. ശ്രീരാമ അവതാരത്തെ രാമായണങ്ങൾ പലതും ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഭാഗവത്തിൽ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നില്ല എങ്കിൽ കൂടി രാമാവതാരമില്ലാതെ കൃഷ്ണാവതാരത്തിലേക്ക് കടക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അതും സൂചിപ്പിച്ചു. എപ്രകാരമാണ് ദശകന്ധരൻ ദുഷ്ടനായിരിക്കുന്ന ആ രാക്ഷസനെ നിഗ്രഹിക്കാൻ ഭഗവത് അവതീർണനായത്. അതും ബന്ധപ്പെട്ട് കിടക്കുന്നത് തൻ്റെ പാർഷദന്മാരിലൊരുത്തനായ ഈ ജയവിജയന്മാരിലൊരുത്തനായ അദ്ദേഹത്തിൻ്റെ ഈ ജന്മം അസുരവംശത്തിൽ ജനിച്ച അതേ രാക്ഷസവംശത്തിൽ വന്നപ്പോൾ നിഗ്രഹിക്കുക എന്നുള്ള രീതിയിലേക്ക് ഭഗവാൻ മാറിയതാണ്. അവിടെ അവതാരം അനിവാര്യമായി. യസ്മാ അതാധുധിരൂഢഭയങ്കവേപോ മാർഗം സഭദ്യരിരുവരും ഹരവദ്യദക്ഷോ ദൂരേ സുഹൃന്മതിരോഷസുഷോടദൃഷ്ട്യ താതപ്യമാനമകരോരകനക്രചക്ര വക്ഷസ്ഥലസ്പർശരു മഹേന്ദ്രവാഹ ദന്തേർവിടംബിത കകുബ്ജുഷൂഢഹാസം സദ്യോസുഭിസ്സഹ വിനേഷ്യതി ദാരകർത്തു വിസ്ഫോർജിതൈർധനുഷ ഉച്ചരതോധിസൈന്യേ ഭൂമേ സുരേതരവരൂധ വിമർദിതായ ക്ലേശവ്യയായ കലയാസിത കൃഷ്ണകേശ ജാതക്കരിഷ്യതി ജനാനുവലക്ഷ്യമാർഗകർമാണി ജന്മമഹിമോപനിബന്ധനാനി തോകേന ജീവഹരണം യദുലൂകികായ ശ്രൈമാസികസ്യ പദ ശകടോപവൃത്യ യദ്രിംഗദന്തരഗതേന ദിവിസ്പൃശോർവ്യ ഉന്മൂലനം രഥാർജുനയോർണഭാവ്യം. ഇങ്ങനെ അവതാരങ്ങളെ എല്ലാം തന്നെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. കൃഷ്ണാവതാരത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് രാമാവതാരവും അത് കഴിഞ്ഞ് കൃഷ്ണാവതാരത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഭാഗവതത്തിൽ കൃഷ്ണനെ ചൊല്ലി വളരെയേറെ താല്പര്യം കൂടുതൽ കാണിക്കുന്ന രീതി ആയതുകൊണ്ട് ആ കൃഷ്ണാവതാരത്തിലെ പല പല സന്ദർഭങ്ങളും പിന്നാലെയുള്ള ശ്ലോകങ്ങളിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. എല്ലാം തന്നെ ഇങ്ങനെ വായിച്ച് നമുക്ക് സമയം കളയേണ്ടതില്ലാതെ പിന്നാലെ നമുക്ക് നോക്കുകയും ചെയ്യാം. ഏതായാലും ഇക്ഷ്വാകുരൈള മുചുകുന്ത വിദേഹ ഗാധീര ഘ്വംബരീക്ഷ സകര ഗയനാഘുഷാധ്യാമാധാളർക്ക അളർക്ക ശതധന്വര രന്തിദേവ ദേവവൃതോ ബലിരമൂർത്തരയോ ദിലീപ ഓരോരുത്തരെ കഥാപാത്രങ്ങളെ എല്ലാം തന്നെ എപ്രകാരമാണ് രക്ഷപ്പെട്ടത് എന്ന് അതും ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ അവതാരങ്ങളെപ്പറ്റി എല്ലാം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈശ്വരസ്മൃതിയിലാണ്ട അനവധി വ്യക്തിത്വങ്ങൾ. അക്കൂട്ടത്തിലാണ് സൗഭരി എന്ന് പറയുന്നതും ശിബി, അതുപോലെ ദേവലൻ, പിപ്പലാദൻ, അതുപോലെയുള്ള ഓരോരുത്തർ, പരാശരനായാലും അങ്ങനെയുള്ള മഹർഷി ശ്രേഷ്ഠന്മാർ, വിഭീഷണനായാലും ഹനുമാനായാലും അതുപോലെ ഇക്ഷ്വാകു ആയാലും ഐളൻ എന്ന് പറയുന്ന പുരൂരവസ് ഐളൻ എന്ന് പറയുന്ന അയാളായാലും മുചുകുന്ദരായാലും പിന്നെ ഗാധി, രഘു, അംബരീഷൻ, ഈ സകരൻ, അതുപോലെ ആരെല്ലാമാണോ ഈശ്വര മുഖമായിട്ടുള്ള മനസ്സ് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടത് ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ പറഞ്ഞവതരിപ്പിച്ചു. അവതാരത്തെപ്പറ്റി ഇങ്ങനെ കുറേ അധികം പറഞ്ഞു. ഇതം ഭാഗവതം നാമ, അങ്ങനെ ഭാഗവതമൊക്കെ ഇങ്ങനെ പ്രകീർത്തിച്ചിട്ട് ഇതം ഭാഗവതം നാമ എന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേതത് വിപുലീ ഗുരു. നാരദന് പറഞ്ഞു കൊടുത്തിട്ട് ബ്രഹ്മാവ് പറയുകയാണ് ഇതാണ് ഭാഗവതം. അപ്പോൾ ഭാഗവത മഹിമയെല്ലാം തന്നെ അല്ലെങ്കിൽ ഭഗവാന്റെ മഹത്വം വളരെ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ബ്രഹ്മാവ് എന്താ ആവശ്യപ്പെടുന്നത്? ഇതം ഭാഗവതം, ഇതാണ് ഭാഗവതം. ഈ ഭാഗവതം എന്ത് ചെയ്യണം? നാമ യന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേതത് വിപുലീ ഗുരു. ഞാൻ വളരെ സംഗ്രഹിച്ചാണ് എന്നോട് പറഞ്ഞത്. അതിനെ വിപുലമാക്കുക. യഥാഹരോ ഭഗവതീ നൃണാം ഭക്തിർഭവിഷ്യതി സർവത്മൻ അഖിലാധാരേ ഇത് ഈ സങ്കല്പ്യവർണ്ണയ. അപ്പോൾ വർണ്ണിക്കുമ്പോൾ എന്ത് വേണം? ഈ പറയുന്ന ഹരിയിൽ ഭക്തി വർദ്ധിച്ചു വരത്തക്ക രീതിയിൽ വേണം. ഹരിയിൽ, അതായത് ഈശ്വരനിലെ ഭക്തി അത് വാസ്തവത്തിൽ അനന്യമാകണം, അത് ദൃഢമാകുകയും വേണം. അങ്ങനെ ഉള്ളൊരു ഭക്തി വർദ്ധിക്കണം. സർവാത്മൻ അഖിലാധാരേ, അവ എല്ലാ തരത്തിലും അഖിലത്തിനും ആധാരമായിരിക്കുന്ന ഈ ആത്മ അല്ലെങ്കിൽ ഈശ്വരകൾ തന്നെ ഉറപ്പിച്ച ആ ഭക്തിയോടുകൂടി ഉണ്ടാകത്തക്ക രീതിയിൽ വേണം വർണ്ണിക്കാൻ. മായാം വർണ്ണയതോ മുഷ്യ ഈശ്വരസ്യ ആനുമോദത
ശൃണ്ണത ശ്രദ്ധയാ നിത്യം മായ ആത്മാനമുഖ്യതി. അപ്പോൾ ഏതൊരു മായയാണോ, ഭഗവാന്റെ മായയാണോ നമ്മളെ മോഹിപ്പിക്കുന്നത്, അത് ഭക്തി എന്ന് പറയുന്ന ഭഗവാനോട് ഉണ്ടാകുന്ന രൂഢമൂലമായിട്ടുള്ള പ്രേമം, അതുകൊണ്ട് മായയെ തരണം ചെയ്യാനും സാധിക്കണം. ഇതെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തു. നമ്മൾ ഇതുവരേക്ക് വാസ്തവത്തിൽ സംഗ്രഹിച്ച അല്ലെങ്കിൽ അവിടെ ഇവിടെയുമായിട്ട് സ്പർശിച്ചു പോയ ഈ കഥാരംഗം, അല്ലെങ്കിൽ ഈ സന്ദർഭം ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. നാരായണം പത്മഭുവം വസിഷ്ഠം. അപ്പോൾ നാരായണം പത്മഭുവം വസിഷ്ഠം എന്ന് പറയുന്ന ആ സമ്പ്രദായത്തിൽ ഒരു കണ്ണിയായിട്ട് നാരദൻ വരികയാണ് ഈ ഭാഗവതത്തിൽ. പല പല പരമ്പരയെ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ നാരായണൻ എന്ന് പറഞ്ഞ ചതുശ്ലോകിയായിട്ടുള്ള ഭാഗവതം ബ്രഹ്മദേവന് കിട്ടിയിട്ട് അത് കുറച്ചുകൂടി വിപുലീകരിച്ച് ബ്രഹ്മദേവൻ നാരദന് പറഞ്ഞു കൊടുത്ത് അതൊന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് നീ സൃഷ്ടിക്കുക. വളരെ വർണ്ണിച്ച ഭഗവൻ മഹിമ അതെല്ലാം തന്നെ കീർത്തിച്ചുകൊണ്ട് നീ ഇത്തരത്തിലൊരു ഭഗവൻ മഹിമ മുറ്റിനിൽക്കുന്ന ആ രീതിയിൽ ഭാഗവതത്തെ നീ രചിച്ചു കഴിഞ്ഞാൽ, ഉണ്ടാക്കി കഴിഞ്ഞാൽ, സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മായയെ തരണം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാകും. ഇതുകൂടി പറഞ്ഞു വെച്ചു. എന്നിട്ടാണ് നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ ഈ പറയുന്ന രാജാവും ഈ പറയുന്ന ശുഖബ്രഹ്മവും തമ്മിലുള്ള അസംവാദവും അതെല്ലാം തന്നെ സൂതശോഭന സംവിധാനം ഈ പറയുന്ന സംവാദ രൂപത്തിൽ ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ട് നമ്മൾ കടന്നെത്തിയത് കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങി വച്ചിരിക്കുന്ന ചതുശ്ലോകി. ഒന്നുകൂടി ഗഹനമായിട്ട് അങ്ങോട്ടേക്ക് കടക്കാൻ ഏതെങ്കിലും ഒരു ഭാഗം വിടാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ആ അവതാര മഹിമ, അവതാര മഹത്വം, അവതാരങ്ങളെ പ്രകീർത്തിക്കുന്ന എല്ലാം തന്നെ ഇങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ഇങ്ങനെ വ്യത്യസ്ത അവതാരങ്ങൾ അപ്പോഴപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഭഗവാൻ അവതരിക്കുന്നത് വാസ്തവത്തിൽ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ആ അവതാരം തന്നെ ഇറങ്ങി വരൽ തന്നെയാണ്, പ്രത്യക്ഷമാകലാണ്. അപ്പോൾ ഏതായാലും അത് സാധിക്കുന്നത് 9ാമത്തെ ഈ അധ്യായത്തിൽ തന്നെ തപസ്സീയുള്ള പ്രേരണയുടെ പുറത്ത് അത്തരത്തിലുള്ള നിർദ്ദേശത്തെ വഹിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ച ബ്രഹ്മാവിൻ്റെ മുൻപിലാണ്. ഒന്നുകൂടി നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു വിഷയമാണ് തപസ്. തപ എന്നുള്ള ശരീരം. നമ്മൾ ഭാഗവതം കേൾക്കാനിരിക്കുമ്പോഴും പറയാനിരിക്കുമ്പോഴും അത്തരത്തിൽ ആത്മീയമായിട്ടുള്ള സാധന എന്ന് നമ്മൾ പറയുന്നത് തികച്ചും തപസ്സായിരിക്കണം. തപിക്കുന്ന രീതിയിൽ പഞ്ചേന്ദ്രിയങ്ങളെയും അല്ലെങ്കിൽ തജ്ജന്യമായിരിക്കുന്ന വികാരങ്ങളെയും വിഷയവാസനകളെയും അതിനെയെല്ലാം തന്നെ തപിപ്പിച്ച് ഇല്ലാതെയാക്കുന്നൊരു പ്രവണത തപസ്സിൻ്റെ പ്രത്യേകതയാണ്. പണ്ട് പഞ്ചാഗ്നി മധ്യത്തിൽ ഇങ്ങനെ തപസ്സനുഷ്ഠിച്ചു പാർവതീ ദേവി ശിവനെ കിട്ടാൻ എന്നെല്ലാം തന്നെ പറയുമ്പോൾ 4 വശവും തീയിട്ട് കൂട്ടിയിട്ട് ആ അഗ്നിയിൽ നിന്ന് ഉജ്ജ്വലിക്കുന്ന ആ താപം, അതിൻ്റേതായിട്ടുള്ള ചൂട് സഹിച്ചുകൊണ്ടാണ് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെയും പഞ്ചാഗ്നി എന്ന പേര് 4 വശവും തലയിൽ. അങ്ങനെ എല്ലാ തരത്തിലും ചുട്ടുപൊള്ളുന്നൊരവസ്ഥയിലിരിക്കുന്ന ആ പ്രവൃത്തിയുടെ പേരാണ് തപസ്. നമ്മൾ മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം തന്നെ പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ച് അതിനെ തപിപ്പിച്ചുകൊണ്ട് നാം കാര്യം നേടുകയാണ്. എന്താ നേടുന്നത്? ഞാൻ ആര് എന്നുള്ള ചോദ്യം, ഈശ്വരൻ എന്ത് എന്നുള്ള ചോദ്യം, ജഗത്ത്, ഈശ്വരൻ, അതുപോലെ ജീവൻ എന്ന് പറയുന്ന 3ഉം തമ്മിലുള്ള ബന്ധം. ജീവൻ, ജഗത്ത്, ഈശ്വരൻ. അപ്പോൾ ഇതേ രീതിയിലുള്ള സംഗതികളെല്ലാം തന്നെ അറിയണമെങ്കിൽ തപസ് അനിവാര്യമാണ്. ആ തപസ്സനുഷ്ഠിച്ച ബ്രഹ്മദേവന്റെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെട്ടു സാക്ഷാൽ ഈശ്വരൻ നാരായണൻ. എന്നിട്ടാണ് നമ്മൾ വായിച്ച ആ ഭാഗത്തേക്ക് വരുന്നു. ഏതായാലും ആ ഭാഗം ഒന്നുകൂടി ദൃഢമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇനിയുള്ള ആ ചുരുങ്ങിയ സമയം. അത് വാസ്തവത്തിൽ 30, 31 തുടങ്ങിയ ആ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ എന്താണ് ബ്രഹ്മദേവനോട് പറയുന്നത്? ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാനസമന്വിതം സരഹസ്യം തതംഗം ച ഗൃഹാണഗതിതം മയാ യാവാനഹം യഥാഭാവോ യദ്രൂപഗുണകർമ്മക തഥൈവ തത്വവിജ്ഞാനം അസ്തു തേ മദനുഗ്രഹാത് അഹം ഏവാസമേവാഗ്രേ നാന്യത് സദസത്വരം പശ്ചാദഹം യതേതച്ചായോ അവശിഷ്യേത സുസ്മ്യഹം ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ജന്മനി തദ്വിദ്യാതാത്മനോ മായാം യഥാഭാസോ യഥാതമ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവജേഷുനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്വയവ്യതിരേകാഭ്യാം യത് സ്യാത് സർവത്ര സർവദാ ഏതന്മതം സമാദിഷ്ടാ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപേഷു ന വിമുഹ്യതീ കർഹിജേത്. ഭൂമാനന്ദസ്വാമികളുടെ പറളിക്കാടുള്ള സത്രത്തിൽ തുടങ്ങിയ കാലം മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ 1 മണിക്കൂർ പ്രഭാഷണം നടത്താനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 2004 എനിക്ക് അവരിട്ട് തന്ന വിഷയം ചതുശ്ലോകി ഭാഗവതമാണ്. 2004, 16 വർഷം മുമ്പാണ്. അന്ന് വാസ്തവത്തിൽ എൻ്റെ നാട്ടിൽ ഒരു മിനി സത്രം നടത്തിയിട്ടാണ്
അത് ഈ പറഞ്ഞ ഏപ്രിൽ മാസം അതിന് ശേഷമാണ് വാസ്തവത്തിൽ സത്രത്തിൻ്റെ വേദി ഡിസംബർ മാസത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നത്. എൻ്റെ കൂടെ ഈ സത്രത്തിൽ എൻ്റെ നാട്ടുകാരനൊരു പയ്യൻ കൂടെ വന്നിരുന്ന ആ വ്യക്തി ചതുശ്ലോകി എന്ന് കേട്ടപ്പോൾ കൂടെ പോകുന്നതാണ്. അവസാനം പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഇദ്ദേഹം ഈ ചതുശ്ലോകി കാണാതെ ഞാനിപ്പോൾ ഈ ജപിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാരായണം ചെയ്ത ആ ഭാഗം അത് അതേപടി ഇങ്ങനെ ചൊല്ലിയിട്ട് പറയുകയാണ്, ഇത് നിത്യവും ഞാൻ ജപിക്കുന്നതാണ് എന്ന്. ഞാനിത് പറയാനുള്ള കാരണം അന്ന് എനിക്ക് കാണാതെ അറിയില്ല, ഇന്നും കാണാതെ പറഞ്ഞാൽ തെറ്റിപ്പോകും. അപ്പോൾ ഏതായാലും അന്ന് 2004 എൻ്റെ കൂടെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നൊരു മഹാനുഭാവൻ ചതുശ്ലോകി എന്ന് പറയുന്ന ഇടയിലുള്ള 4 ശ്ലോകങ്ങൾ മാത്രമല്ല, ആദ്യത്തിലുള്ളത് അവസാനമുള്ള ഭാഗവും കൂടി 30 മുതൽ വാസ്തവത്തിൽ 36 വരേക്കുള്ള ആ 7 ശ്ലോകങ്ങളും ബൈഹാർട്ടായിട്ട് ഇങ്ങനെ പഠിച്ച് നിത്യം ജപിക്കും പോലും കാലത്തെ. ഇത് ഞാൻ മനഃപൂർവ്വം എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നത്, നമ്മളും വാസ്തവത്തിൽ പലതും ഇങ്ങനെ കാണാതെ പഠിക്കാറുണ്ട്, ജപിക്കാറുണ്ട്. യാന്ത്രികമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അതിൽ നാം ഉണ്ടാക്കിയെടുക്കുന്ന യാന്ത്രികം. അപ്പോൾ അയാളോട് ചോദിച്ചു എന്താണ് അർത്ഥമെന്ന് മനസ്സിലാക്കിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ ചെന്നപ്പോൾ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്ന കണ്ടുപോലും. അത് ഈ പറയുന്ന യജ്ഞപ്രസാദം കേട്ട് വലുതായിരിക്കും. എങ്ങനെയായാലും അത് കിട്ടിയ ഉടനെ തന്നെ ആർത്തിയോടുകൂടി ഇത് ശ്രേഷ്ഠമാണ്, ഭാഗവത്തിൻ്റെ ക്രക്സാണ്, മൂലമാണ് എന്നെല്ലാം ആരോ പറഞ്ഞിങ്ങനെ ധരിപ്പിച്ചതുകൊണ്ട് അത് കാണാതെ പഠിച്ചതാണ് പോലും. എന്നിട്ട് നിത്യം ജപിക്കാൻ പറഞ്ഞു, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആചാര്യന്മാരെ നിത്യം ജപിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ജപിക്കാൻ പറഞ്ഞു. പക്ഷെ അയാൾക്ക് ഇതെന്താണെന്നറിയില്ല. ഭാഗവത്തിൻ്റെ മൂലമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എന്തിനാണ് പറഞ്ഞത്, അതിൻ്റെ എന്താണ് വാസ്തവത്തിൽ സാരാംശം, അതിലടങ്ങിയിരിക്കുന്ന സംഗതി എന്താണ്, ഇതൊന്നും അറിഞ്ഞുകൂടാ ജപിക്കുക. നമ്മൾ ഇന്ന് ഹിന്ദുക്കൾക്ക് പറ്റിയിരിക്കുന്ന പരാധീനതയ്ക്ക് പ്രധാന കാരണം ഇതാണ്. നമ്മൾ പലതും ചെയ്യുന്നുണ്ട്, പലതും ഇങ്ങനെ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, പലതും ഈ പറയുന്ന മുമ്പേ ഗമിച്ചിടുന്ന ഗോപുതൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്ന രീതിയിലുള്ള യാത്രയാണ്. ഒന്നും അറിഞ്ഞിട്ടല്ല. നേരെ പ്രതി പ്രസംഗം കഴിഞ്ഞിട്ട് അയാൾ പറയുകയാണ്, ഇതാണല്ലോ ഇതിൻ്റെ വളരെ ഗഹനമായിട്ടുള്ളത്. കാരണം അവിടെ ഈ പറയുന്ന നിസ്സാരമായിട്ടുള്ള 1.25 മണിക്കൂറേ ഉള്ളൂ പ്രഭാഷണത്തിൻ്റെ ഡ്യൂറേഷൻ. ആ സമയത്ത് ഇത് അവതരിപ്പിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട്. പക്ഷേ നമ്മുടെ കഴിവനുസരിച്ച് അന്ന് 10-16 വർഷം മുമ്പാണ് അതിങ്ങനെ അവതരിപ്പിച്ചിട്ട് കൊടുത്തപ്പോൾ ഇതെല്ലാമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന അന്തസത്ത എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിൻ്റെ ഗൗരവം ഇയാൾ ഉൾക്കൊള്ളുന്നത്. ഇത് ഭാഗവത്തിൻ്റെ സത്തയാണ്. ഭാഗവതം മാത്രമല്ല, ഭാഗവതം പോലെ ഇതര പുരാണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ശിവപുരാണത്തിലും കാണാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, ഞാനല്ലാതെ പറ്റിയ യാതൊന്നും ഈ ലോകത്തില്ല. അവിടെ ആവർത്തിച്ച് ഉറപ്പിക്കുക. ദേവി ഭാഗവത്തിലേക്ക് കടന്നപ്പോഴും പറയുന്നത് എന്താ, ഞാനല്ലാതെ മറ്റാരുമില്ല, സർവം ഖല്ലിതമേവാഹം നാന്യതസ്തി സനാതനം. ഇതാണ് അവിടെയും പറഞ്ഞത്, ഞാനേ ഉള്ളൂ. അപ്പോൾ എവിടെ നോക്കിയാലും ദേവി പറയും ഞാനേ ഉള്ളൂ, ശിവൻ പറയും ഞാനേ ഉള്ളൂ, വിഷ്ണു പറയും ഞാനേ ഉള്ളൂ. ഇത് അബദ്ധത്തിലേക്ക് നമ്മളെ നയിച്ചു. കാരണം എന്താ, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടദേവതകളുണ്ടാവും. വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ടിട്ട് വിഷ്ണുവിൻ്റെ പിന്നാലെ പോകുന്നവർ വിഷ്ണുവാണ് കേവനെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഗൗനിക്കാതിരിക്കുന്നവരധികമുണ്ട്. നമ്മുടെ ഇടയിലും അയ്യങ്കാർമാർ ഭസ്മം തൊടാതെ അയ്യങ്കാർ ഗോപിയും ധരിച്ചുകൊണ്ട് ശൈവവിദ്വേഷം വെച്ചു പുലർത്തുന്നവർ ഇന്നുമുണ്ട്. പക്ഷേ ഭാഗവത്തിൽ ശൈവവിദ്വേഷം പാടില്ല എന്ന് പല കഥകളും നമ്മളെ പറഞ്ഞ് ധരിപ്പിക്കുക. തുടക്കത്തിലുള്ള ദക്ഷയാഗമായാലും പിന്നാലെ വരുന്ന വാണയുദ്ധമായാലും അവിടെയെല്ലാം തന്നെ യാതൊരു വ്യത്യാസവും ശൈവവൈഷ്ണവ വ്യത്യാസം നമ്മുടെ മനസ്സിൽ കടന്നുകൂടാൻ പാടില്ല. അഭിന്നമായിരിക്കുന്നൊരു മനസ്ഥിതിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇവിടെയെല്ലാം തന്നെ വാസ്തവത്തിൽ ഞാനാണെന്ന് എല്ലായിടത്തും പറയുമ്പോൾ ആ ഞാൻ അവിടെ വാസ്തവത്തിൽ ഗൗരവപൂർണമായിരിക്കുന്നൊരു സമീപനമില്ല എങ്കിൽ ഇത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രസംഗമധ്യത്തിൽ ഞാൻ പറഞ്ഞു, ഞാനാണ് സത്യം എന്ന് ക്രിസ്തു പറഞ്ഞത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത പിൻഗാമികൾ, ഇവരെല്ലാം ഫോളോവേഴ്സാണ്. രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോകുന്ന രാഷ്ട്രീയക്കാരുടെ അതേ ചൊവ്വയാണ് ഇന്ന് മതത്തിൻ്റെ പിന്നാലെ പോകുന്ന എല്ലാവർക്കും തന്നെ. അന്ധനാനയെ കാണാൻ പോയ പോലെ എന്ന് ഗുരുദേവൻ ആത്മോപദേശത്തിൽ പാടുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആ അന്തസത്ത, അതിൻ്റെ സാരം അത് ഗ്രഹിക്കാതെ പിന്നാലെ പോകുമ്പോൾ അബദ്ധങ്ങളിങ്ങനെ അനവധി നമ്മളെ അനുധാവനം ചെയ്യും, പിന്നാലെ ഓടി വരും. ഞാനെന്ന് പറയുന്ന സത്യത്തിൽ ഈശ്വരനാണ് എന്നുള്ള ബോധം വരുമ്പോൾ ആ ഈശ്വരൻ വേറെ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. സെമറ്റിക് പദങ്ങൾ വളരെ കേമമെന്നെല്ലാവരും പറയുമ്പോഴും അവിടെ ഈ അബദ്ധം കൂടുതലാണ്. നമ്മൾ വാസ്തവത്തിൽ ഹിന്ദു എന്ന് പറയുന്ന സനാതന ധർമ്മികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉരുത്തിരിഞ്ഞ ഈ വേദാന്തത്തിൻ്റെ ഈ ഭാവം
അത് വാസ്തവത്തിൽ പറഞ്ഞ് കൊടുക്കാത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടും ഗ്രഹിക്കാത്തത് കൊണ്ടും അത് ബോധ്യപ്പെട്ടുകൊണ്ട് ആ രീതിയിലേക്ക് വരാത്തത് കൊണ്ടുമാണ് നമുക്ക് അബദ്ധം പണയുന്നത്. നമ്മുടെ സംസ്കാരം അങ്ങേയറ്റത്തെ പദവി അലങ്കരിച്ചുകൊണ്ട് ഞാനാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ, ഞാനാണ് ഈശ്വരൻ എന്ന് പറയുമ്പോഴും ആ ഈശ്വരഭാവം എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഞാനെന്ന് പറയുന്ന സങ്കുചിതമായിരിക്കുന്ന ഞാനല്ല എന്നും അത് വാസ്തവത്തിൽ ഒരു വിരാട് ഭാവത്തെ അലങ്കരിക്കുന്നു എന്നും ചിന്തിച്ചില്ല എങ്കിൽ അവിടെയോ അബദ്ധ. ഞാനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം തന്നെ തൻ്റെ വേലക്കാരാണ്, തൻ്റെ ജേടി വേല ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ള മട്ടിലവരെ ഇങ്ങനെ ശാസിക്കാൻ തുടങ്ങിയാൽ അത് ബുദ്ധിമുട്ടായി. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പദവി അലങ്കരിക്കുമ്പോഴും സങ്കുചിത മനസ്ഥിതി ഉണ്ട് എങ്കിൽ അപകടമാണ്. യാതൊരു കാരണവശാലും അത്തരത്തിൽ അപകടാവസ്ഥ വരാൻ പാടില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെ ഞാൻ ആ ഭാഗത്തേക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ളൊരു ഭാഗത്തേക്ക് നാം വരികയാണ്. അഹംന്യവാസം ഏവാഗ്രേ എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വെറും ഞാനല്ല, ഞാൻ ആരെയെന്ന് അന്വേഷിച്ചുകൊണ്ട് ഞാൻ അത് എന്നിങ്ങനെ ഉറപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മഭാവം ഇല്ല എങ്കിൽ അവിടെയും ചതുശ്ലോകി തെറ്റിദ്ധരിക്കപ്പെട്ട് അബദ്ധങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്കാകും എന്ന്. ഈശ്വരൻ്റെ ഒരു വിഗ്രഹം എടുത്തു വെച്ചുകൊണ്ട് ഈശ്വരൻ്റെ വിഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിഗ്രഹത്തിലുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. വിഗ്രഹമുണ്ടോ? വിഗ്രഹത്തിലുണ്ട്. വിഗ്രഹം ശരീരമാണ്. അപ്പോൾ ശരീരത്തിലുണ്ട്. ആ ശരീരമാണോ ഈശ്വരൻ? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സർവ്വവ്യാപിയായിട്ടുള്ള ഈശ്വരനെ കാണാനുള്ളൊരു ഉപാധി മാത്രമല്ലേ അത് എന്ന് ചിന്തിച്ചുറപ്പിക്കാത്തിടത്തോളം കാലം നമുക്ക് അബദ്ധങ്ങൾ വരും എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ പറയുകയാണ്. എന്താ കാരണം? ഇവിടെ വാസ്തവത്തിൽ ആദ്യം തന്നെ പരമഗുഹ്യമായിരിക്കുന്നൊരു വിജ്ഞാനമാണ് ഇത്. ഇതാണ് ആദ്യത്തെ 30-ാമത്തെ ശ്ലോകത്തിൽ ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാന സമന്വിതം. എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ അറിവ് വളരെ ഗുഹ്യമാണ്, പരമരഹസ്യമാണ്. എന്നെ സംബന്ധിച്ചിട്ടുള്ളത് ഒന്ന് കടന്നു ചിന്തിച്ചു നോക്കൂ. എന്നെ സംബന്ധിച്ചുള്ളത് എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന നിങ്ങളെല്ലാവരും. ഇന്നിപ്പോൾ യു.എ. ഖാദർ എന്ന് പറയുന്നൊരു മഹത് വ്യക്തി ഇങ്ങനെ അന്തരിച്ച ആ ന്യൂസ് കേട്ടിട്ട് അദ്ദേഹത്തെ സംസ്കരിക്കുന്നത് വീട്ടുവളപ്പിലാണെന്ന് കേട്ടു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാൻ അദ്ദേഹം വാസ്തവത്തിൽ നമ്മുടെ സനാതനധർമ്മത്തിലെ പ്രതീകങ്ങളെയും അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയും ആ ഭാവങ്ങളെയും എല്ലാം തന്നെ എടുത്ത് കഥയും അതെല്ലാം തന്നെ എഴുതുന്ന കൂട്ടത്തിലായിരുന്നു. എന്തുകൊണ്ടോ അദ്ദേഹം മുസ്ലിം ആണോ അത് കഴിഞ്ഞ് അതൊക്കെ വിട്ടുപോയെന്ന് മനസ്സിലായില്ല. അതൊക്കെ പിന്നാലെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും അദ്ദേഹം പോലും ഈ സാർവലൗകിക മനോഭാവത്തിലേക്ക് വരുന്നു എങ്കിൽ ശ്ലാഘനീയമാണ്. ഒരു ഹിന്ദു എന്ന് പറയുന്ന വ്യക്തി നായരായിട്ട് അധപ്പതിക്കാതെ അതേ രീതിയിൽ ജാതി പറഞ്ഞ് അങ്ങേയറ്റത്തെ അധപ്പതിച്ചൊരവസ്ഥയെ വാസ്തവത്തിൽ പ്രാപിക്കാതെ ഉദാത്തമായിരിക്കുന്ന ആത്മഭാവത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് എങ്കിൽ അവിടെ നമ്മൾ വിജയിച്ചു. ആ വിജയമാണ് ഇവിടെ. ജ്ഞാനം പരമഗുഹ്യമാണ്. ഈ അറിവ് വളരെ ഗുഹ്യമാണ്. ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വളരെയേറെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരറിവാണിത് എന്നെ പറ്റിയുള്ളത്. അത് ജ്ഞാനം മാത്രമല്ല, വിജ്ഞാനത്തോടുകൂടി നിനക്ക് കിട്ടുകയാണ്. ജ്ഞാനം വിജ്ഞാന സഹിതം എന്നാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത്. ജ്ഞാനം വിജ്ഞാന സഹിതം സ രഹസ്യം തതംഗം ജഗ്രഹാണമതിതം മയ. അപ്പോൾ അതിൻ്റെ രഹസ്യഭാഗങ്ങളും എല്ലാം തന്നെ എടുത്ത് ഞാൻ ഇട്ടുതരാം. എത്രയും ഗുഹ്യം എൻ ശാസ്ത്രം. എന്നിട്ട് പറയുന്നത് എന്താ? അനുഭൂതിയും അവ്വിധം. അപ്പം എല്ലാ തരത്തിലും എന്നെ സംബന്ധിച്ച അനുഭൂതി, എന്നെ സംബന്ധിച്ചുള്ള ശാസ്ത്രം അത് വളരെ ഗുഹ്യമാണ്. ഭക്തി, അതിൻ്റെ സാധന, ഇതെല്ലാം തന്നെ പറഞ്ഞു തരാൻ കേട്ടുകൊള്ളുക. എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യയാണ്. അപ്പോൾ ഞാനെന്ന് പറയുന്ന ഈശ്വര തത്വത്തെ, എന്നിൽ അടങ്ങിയിരിക്കുന്ന ആത്മഭാവത്തെ ആർജിച്ചുകൊണ്ട് അനുഭൂതി നുകരാനുള്ള ആ സ്ഥിതിവിശേഷമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്ന ചതുശ്ലോകി. ഭാഗവതം മുഴുവൻ അതിനുള്ളതാണ്. ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നെ എന്ന് പറയണം. ഓരോ ശ്രോതാവും ഓടി വരുന്നത്, ഈ സപ്താഹവേദിയിലേക്ക് കടന്നു വരുന്നത് എന്നെ അന്വേഷിച്ചുകൊണ്ടായിരിക്കണം. അവിടെ ഈ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയിട്ട് ആ വിഗ്രഹത്തിലേക്ക് ഉറ്റുനോക്കി കണ്ണു കഴച്ച് അത്തരത്തിൽ വേദന ജനിപ്പിക്കുന്നൊരവസ്ഥയിൽ തിരിച്ചു പോകാൻ വിധിക്കപ്പെട്ടവരാകരുത് എന്ന്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളെപ്പറ്റിയുള്ള അന്വേഷണ കൗതുകം, അതിലൂടെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടേ തിരിഞ്ഞു പോകാവൂ. എത്രയും ഗുഹ്യം എൻ ശാസ്ത്രം, അനുഭൂതിയും അവ്വിധം, ഭക്തിയും തത് സാധനവും എന്നാലും കേട്ടുകൊള്ളുക നീ. പരമഗുഹ്യമാം എൻ വിജ്ഞാനയുക്തജ്ഞാനം അരുളാം, തദംഗവും ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ ഗൗരവം മുഴുവൻ നാരായണൻ അവതരിപ്പിച്ചുകൊണ്ടാണ് ബ്രഹ്മദേവനോട് കാര്യത്തിലേക്ക് ഇങ്ങനെ കടക്കുന്നത്. എന്താ ചോദ്യം? എൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ തത്വമാണ്, എൻ്റെ രഹസ്യമാണ് ഞാനിവിടെ ബോധിപ്പിക്കാൻ പോകുന്നത്. ആ ഞാനെന്ന് പറയുന്ന ആരാണെന്ന് പിന്നെ ഒടുവിൽ പറയുന്നുണ്ട്.
അതാരാ? യാവാനകം യഥാഭാവോ യദ്രൂപഗണകർമ്മക തഥൈവ തത്വവിജ്ഞാനമസ്തുതേ മതനുഗ്രഹാത്. ഇത് മനസ്സിലാകണമെങ്കിൽ എൻ്റെ അനുഗ്രഹം അനിവാര്യമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു പിടികിട്ടാപ്പുള്ളിയുടെ അദ്ദേഹത്തെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണെന്നോ അല്ലെങ്കിൽ ക്ലിഷ്ടസാധ്യമാണെന്നോ പറയാം. വളരെ ക്ലേശിക്കണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഗ്രഹം വേണം. എൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിനക്കിത് പിടികിട്ടൂ. സത്യമല്ലേ? ശബരിമലയിലേക്ക് ഇങ്ങനെ പിടച്ചു കയറുന്ന നമ്മളെല്ലാവരും തന്നെ ശബരിമലയിലെ തത്വവും സത്യവും അറിയാതെ ഇങ്ങനെ ഓടി നടക്കുന്നു എന്നുള്ളതല്ലാതെ അവിടുത്തെ അനുഗ്രഹം കിട്ടിയാൽ പിടികിട്ടും. അവിടുത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സത്തായിരിക്കുന്ന ആ സംഗതി അതെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു അനുഗ്രഹം അവിടെ നിന്ന് ചൊരിഞ്ഞു കിട്ടിയാൽ ആ ഭക്തൻ പെട്ടെന്ന് ബോധവൽക്കരിക്കപ്പെട്ട് അയാൾ വാസ്തവത്തിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഉടമയായിട്ട് മാറും. അനുഗ്രഹം വേണം. ഞാനാര്, എൻ സത്ത എന്ത്, എൻ രൂപം, കർമ്മം, ഗുണങ്ങളും ഇതൊക്കെ എങ്ങനെയാണ്? ആ ജ്ഞാനമൻ കാരുണ്യത്താൽ ഉണ്ടാകട്ടെ നിനക്കജ. അപ്പോൾ ഇത്തരത്തിൽ ഞാനാര് എന്നുള്ള ഈശ്വരനെ പറ്റിയുള്ള അന്വേഷണമാണ്. അപ്പോൾ ഈശ്വരനെ പറ്റിയുള്ള അന്വേഷണം അത് വ്യക്തമായിട്ട് ഗുണങ്ങളുണ്ടോ, ഗുണങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അതിനെപ്പറ്റിയെല്ലാം വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ പറഞ്ഞു തരാം. അതെല്ലാം തന്നെ എൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് സാധിക്കട്ടെ. മൽഭാവ രൂപ ഗുണകർമ്മ തത്വം നിന്നുള്ളിൽ നിർഭരം തെളിയുവാൻ ഞാൻ അനുഗ്രഹിക്കുന്നേൻ. അപ്പോൾ നിന്നിൽ എന്നെപ്പറ്റിയുള്ള സകല ചിന്തകളും ഈശ്വരൻ ആര് എന്നുള്ള ചോദ്യത്തിനുള്ള സകലതും വാസ്തവത്തിൽ നിനക്ക് കിട്ടാൻ ഇടവരട്ടെ, ഞാൻ അനുഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 4 ശ്ലോകത്തിലേക്ക് കടക്കുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ ഞാൻ ആരെന്ന് പറയുകയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരും പറയുന്ന ഞാനും എല്ലാവരും തന്നെ ചൂണ്ടാണി വിരൽ കൊണ്ട്, ഈ ചൂണ്ടാണി വിരലാണല്ലോ ത്വം, തത് എന്ന് പറയുന്ന ഈശ്വരനും ത്വം എന്ന് പറയുന്ന നീയും. ഈ ചൂണ്ടാണി വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്ന ഗുരുവാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നീ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചൂണ്ടാണി വിരൽ കൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച പിന്നാലെ തന്നിലേക്ക് തന്നെ ഇങ്ങനെ കാണിക്കാറുണ്ട്. കാണിക്കണം. മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീയാണ് ഈശ്വരൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തത്വമസി എന്നിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. അയാൾ എന്ത് ചെയ്യണം? ആ ചൂണ്ടാണി വിരൽ തന്നിലേക്ക് തന്നെ ഇങ്ങനെ മടക്കി പിടിക്കണം. ഇതാണല്ലോ ചൂണ്ടാണി വിരൽ ഉപയോഗിച്ചിട്ടുള്ള ഈ മുദ്ര തന്നെ ചൂണ്ടിക്കാണിക്കുന്ന. പണ്ട് ഈ ദിക്ക് കാണിച്ചുകൊണ്ട് ചിഹ്നം വരച്ചു വയ്ക്കുന്നതാണ് ഈ പറയുന്ന രീതി. 3 വിരലുള്ളിലേക്ക് മടക്കി ചൂണ്ടാണി തള്ളവിരലും ഇങ്ങനെ മടക്കി പിടിച്ച് ചൂണ്ടാണി വിരൽ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് അതേ രീതിയിലുള്ള ചൂണ്ടാണി വിരൽ ത്വം എന്ന് പറയുന്ന നിന്നെ സൂചിപ്പിക്കുന്ന ഇത് തന്നിലേക്ക് തന്നെ ഇങ്ങനെ ചുരുക്കി പിടിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചാൽ ഞാൻ ആര് എന്നുള്ള ആ രീതിയിലേക്ക് കടന്നു പോകാം. എന്നിട്ട് പറയുകയാണ് അഹം ഏവാസമേവാഗ്രേ, തുടക്കത്തിൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അന്യത് സദസത് പരം, ഞാനല്ലാതെ മറ്റാരും ഉണ്ടായിട്ടില്ല. പശ്ചാത്തകം യഥേതച്ച, ഇനി പിന്നാലെയോ അപ്പോഴും ഞാനേ ഉള്ളൂ. യോ അവശിഷ്യേത സുസ്മ്യഹം, ആരാണ് അവശേഷിക്കുന്നത്? അത് ഞാൻ. പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ഈശ്വരൻ്റെ മഹിമാമഹത്വം അത് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ഈ ശ്ലോകം, ചതുശ്ലോകയിലെ ആദ്യത്തേത്, അതിൽ പറയുന്നത് മുന്നേ ഞാൻ തന്നെ ഉള്ളൂ, മുന്നേ ഞാനേ ഉള്ളൂ. ഈ മുന്നേ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പാണ്, അതായത് സൃഷ്ടിക്ക് മുമ്പാണ്. മുന്നേ ഞാനേയുള്ളൂ, മറ്റൊന്നില്ല കാരണകാര്യമായി. അത് എന്താണ് കാരണം, എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഞാനേ ഉള്ളൂ, കാര്യകാരണങ്ങളില്ല. അപ്പം എല്ലാ തരത്തിലും മുന്നേ പണ്ട് ഈ സൃഷ്ടിക്ക് മുമ്പ്, അതായത് പ്രളയത്തിന് മുമ്പ് അല്ലെങ്കിൽ സൃഷ്ടിയെല്ലാം നടക്കുന്നതിന് മുമ്പ് എപ്പോഴും മുൻപേ ഞാനേയുള്ളൂ, മറ്റൊന്നില്ല കാരണകാര്യമായി. സൃഷ്ടിക്ക് ശേഷവും ഞാൻ താൻ. ഇങ്ങനെ സൃഷ്ടിയെല്ലാം നടന്നിട്ട് പിന്നാലെ വന്നതോ അത് ഞാനാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ സൃഷ്ടി നടക്കുന്ന കാലത്ത് ഒന്നുമില്ല, ആ സൃഷ്ടി നടക്കുന്ന കാലത്ത് ഒന്നുമില്ലെങ്കിൽ ആരുണ്ട്? ഞാനുണ്ട്. പ്രളയകാലത്ത് ആരുണ്ട്? ഞാനുണ്ട്. പ്രളയം കഴിഞ്ഞിട്ട് ആരുണ്ട്? ഞാനുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും പ്രളയവും പ്രളയകാലത്തിന് ശേഷം ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാനല്ലാതെ മറ്റാരും ഇല്ല. മുന്നേ ഞാനേ ഉള്ളൂ, മറ്റൊന്നില്ല കാരണകാര്യമായി. സൃഷ്ടിക്ക് ശേഷവും ഞാൻ താൻ ശേഷിച്ചിരുന്നതും. അപ്പോൾ ആരെങ്കിലും ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനാണ്. പണ്ട് ബ്രാഹ്മിൻസ് ശേഷൻ എന്ന് പേരിടും. നമുക്കറിയാമല്ലോ ശേഷൻ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പേരെടുത്ത അദ്ദേഹം ബ്രാഹ്മനാണ്. ശേഷൻ എന്ന് പറയുന്നത് ശേഷിച്ചവനാണ്. ശേഷിച്ചവനാണ് ആരാണ്? ഈശ്വരനാണ്. അതിന് മുമ്പാരുണ്ട്? അത് ഞാനാണ്. അപ്പം എല്ലാ തരത്തിലും ഞാനല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവശേഷിക്കുന്നത് ഞാൻ.
എന്നിൽ നിന്നെല്ലാം ഉണ്ടായി. ഞാൻ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. അതൊരു പ്രയോഗം. വാസ്തവത്തിൽ അന്നും ഇന്നും എന്നും എന്ന് പ്രയോഗിച്ചാൽ മതി. അന്നും ഇന്നും എന്നും. അപ്പോൾ അന്നും ഇന്നും എന്നും ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഞാനുണ്ട്. ഭഗവാൻ പറഞ്ഞതാണ്. ഞാൻ താൻ ശേഷിച്ചിരുന്നതും മുൻപേ ഞാനേയുള്ളൂ, മറ്റൊന്നില്ല കാരണകാര്യമായ സൃഷ്ടിക്ക് ശേഷവും ഞാൻ താൻ ശേഷിച്ചിടുന്നതും ആദിയിൽ ഞാനെന്നിയെ അസത്തും സത്വമായി. സത്ത് എന്ന് പറഞ്ഞാൽ സത്തായിട്ടുള്ളതും അസത്തായിട്ടുള്ളതും, സത്യമായിട്ടുള്ളതും അസത്യമായിട്ടുള്ളതും, നിത്യമായിട്ടുള്ളതും അനിത്യമായിട്ടുള്ളതും. അപ്പം ഈ രണ്ടു തരത്തിൽ നമ്മൾ ഈ ലോകത്തെ ചിന്തിക്കുമ്പോൾ രണ്ടും പറയുന്ന ഞാൻ തന്നെയായിരുന്നു എന്ന്. സത്തായിട്ടും അസത്തായിട്ടും ഒക്കെ ഞാൻ തന്നെയുള്ളൂ. ആദിയിൽ ഞാനെന്നിയെ അസത്തും സത്വമായി യാതൊന്നും തന്നെ ഇല്ലാതിരുന്നു. അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സത്തുണ്ടോ അസത്തുണ്ടോ? അപ്പോൾ സത്യം അസത്യം എന്ന് പറയുന്ന രണ്ടും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലും ഞാൻ അന്ന് ഉണ്ടായിരുന്നു. സൃഷ്ടിക്ക് ശേഷം ലോകസ്വരൂപനായി കാണുന്നതും. അങ്ങനെ സൃഷ്ടിയാടമേന് ശേഷം ഈ കാണുന്ന എല്ലാവരെയും ഇങ്ങനെ നോക്കിക്കാണുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? അതും ഞാൻ തന്നെയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഞാൻ ഇങ്ങനെ കാണുകയാണ് ഇവിടെ പ്രപഞ്ചത്തിൽ. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെയെല്ലാം തന്നെ ഞാൻ മാത്രം. അതാണ് ആത്മാനന്ദ സ്വാമികൾ പാടിയത്. ഇടയ്ക്ക് നിങ്ങൾ കിട്ടുതരാറുണ്ട്. ഞാനെന്നിയെ കാണുന്നില്ല ഒന്നും ഒരേടത്തും. ഞാൻ എന്നെ വിട്ടിട്ട് മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ല എന്ന്. എവിടെ നോക്കുമ്പോഴും എന്നെ തന്നെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രോതാക്കളായിട്ടുള്ള നിങ്ങളിൽ ഞാൻ എന്നെ കാണുന്ന പക്ഷം, ശ്രോതാക്കളായുള്ള നിങ്ങളെ എന്നെ കാണുന്ന പക്ഷം, അതാണ് ഈശ്വരൻ. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നു എങ്കിൽ അത് ഗീതാവാക്യം യോമാം പശ്യതി സർവത്ര സർവജ്ഞ വൈപശ്യതി. അതൊരു ഈശ്വരതത്വമാണ്. അപ്പോൾ എല്ലായിടത്തും നാം ഈശ്വരനെ കാണുക, ഈശ്വരനിൽ എല്ലാത്തിനെയും കാണുക. അതേ തത്വത്തിലേക്ക് വരുമ്പോൾ ജീവജാലങ്ങളിലെല്ലാം തന്നെ ഉള്ളത് ഞാനല്ലാതെ മറ്റാരുമല്ല. ആദിയിൽ ഞാൻ എന്നിയെ അസത്തും സത്വമായി യാതൊന്നും തന്നെ ഇല്ലാതിരുന്നു പിതാമഹ. സൃഷ്ടിക്ക് ശേഷം ലോകസ്വരൂപനായി കാണുന്നതും മറ്റാരുമല്ല ശേഷിപ്പോനും ഈ ഞാൻ താനല്ലോ. ഈ ഒരേ ഒരു ശ്ലോകം ഇനി അടുത്ത ഞായറാഴ്ച വരെ നിങ്ങൾ ധ്യാനിച്ചിരിക്കുക. കാരണം ഇതാണ് വാസ്തവത്തിൽ ഭാഗവതത്തിൻ്റെ മൂലം, അടിസ്ഥാനം. ഭാഗവതം എല്ലാ തരത്തിലും ഇങ്ങനെ കരുപ്പിടിപ്പിച്ച് കൊണ്ടുപോകുന്നത്, മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത് ഈ തത്വത്തിൽ നിന്നാണ്. അവതാരങ്ങൾ പലതുണ്ടാകും, പല പല ലീലകളും ആടി തിമിർക്കുന്ന നമ്മൾ കാണും. ദശമസ്കന്ധത്തിലാണെങ്കിൽ എത്രയെത്ര ലീലകളാണ് ഭഗവാൻ ആടിയത്. അപ്പോഴെല്ലാം തന്നെ വ്യക്തമായിട്ട് നമുക്കറിയാം ഭഗവാനല്ലാതെ മറ്റാരും തന്നെ അവിടെയില്ല. അവിടെ കാണുന്ന എല്ലാം തന്നെ ഭഗവത് സ്വരൂപം.